പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച് പി.വി. അൻവർ. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്ന് അൻവർ പറഞ്ഞു. ഞായറാഴ്ച മഞ്ചേരിയിൽ 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് യോഗം സംഘടിപ്പിക്കും. പുതിയ പാർട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കും. ഒരേ ആശയമുള്ളവരെ ഒപ്പം നിർത്തുമെന്നും അൻവർ വ്യക്തമാക്കി. ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടിയാവണം. അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു 10 പേരാട്ടെ, അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യം തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഇനിയിപ്പോ പറയാതിരുന്നിട്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. ഒരു പഞ്ചായത്ത് 1100 ചില്ലാൻ പഞ്ചായത്തുണ്ട് ഇവിടെ. ആ പഞ്ചായത്തിൽ നിന്ന് 1000 ആളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്തുണയുടെ വർധനവിന്റെ കോലിനനുസരിച്ച് ഞാൻ എന്റെ നിലപാട് മാറ്റാനുള്ളതല്ല. ഒരാളില്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ പറയും. ആ ജനങ്ങൾ ഈ വിഷയത്തോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതിനിവിടെ ഒരു പൊളിറ്റിക്കൽ ജനകീയ അടിത്തറ ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ ജനകീയ അടിത്തറയുമായി ഈ വിഷയങ്ങളുമായി മുന്നോട്ട് പോകും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചേരുന്നുണ്ട്. ആന്റണി, പുതിയ പാർട്ടി രൂപവൽക്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പി.വി. അൻവർ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അൻവറിന്റെ വഴി എന്താണ് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. CPI-ഉമായും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കുമെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ച് LDF-ഉമായുള്ള CPI-യുമായുള്ള ബന്ധം അവസാനിപ്പിച്ചിറങ്ങിയ അൻവർ ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതായാലും അൻവർ ഇനി എങ്ങോട്ടാണ് എന്നുള്ള ചർച്ചകൾ വളരെ സജീവമായിരുന്നു. അൻവർ ആർക്കൊപ്പം പോകും? അത് UDF-നൊപ്പം പോകുമോ അല്ലെങ്കിൽ മറ്റ് പാർട്ടി രൂപീകരിക്കുമോ എന്നുള്ള ചർച്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അൻവർ ഈ കലാപക്കൊടി ഉയർത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയായത്. ഏതായാലും അൻവർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുകയാണ്. സ്വന്തമായി ഒരു പുതിയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകാനാണിപ്പോൾ അൻവറിന്റെ തീരുമാനം. അതിന് ഈ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ മത്സര രംഗത്തേക്ക് ഇറങ്ങുമെന്നും അൻവർ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും അൻവറിന്റെ പാർട്ടി മത്സരിക്കും. മാത്രമല്ല, ഞായറാഴ്ച പാർട്ടി രൂപീകരണത്തിന് മുന്നോടിയായി ഞായറാഴ്ച 1 ലക്ഷം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു പ്രകടനവും ശക്തി പ്രകടനവും നടത്താൻ ഇപ്പോൾ അൻവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊന്നുള്ളത്, അൻവർ പറയുന്നത് ഈ മതേതര വിശ്വാസികളായ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരിക്കും തൻ്റെ പാർട്ടി എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം, ഇന്നലെ അടക്കം CPM അൻവറിനെ പ്രതിരോധിക്കുന്നത് അല്ലെങ്കിൽ അൻവറിനെതിരെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി അതുപോലെ തന്നെ SDPI തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയോടെയാണ് അൻവർ മുന്നോട്ട് പോകുന്നത്. അൻവറിന്റെ പിന്നിൽ ഈ ശക്തികളാണെന്നുള്ളതാണ് CPM മുന്നോട്ട് വെക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അൻവർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് മതേതര വിശ്വാസികളായ എല്ലാവരെയും ഈ പാർട്ടിയുടെ ഭാഗമായി ഉൾപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള കാര്യമാണ് അൻവർ പറയുന്നത്. ഏതായാലും അൻവർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. കലാപക്കൊടി ഉയർത്തി പുറത്തുപോയ അൻവർ ഇപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇനി അൻവറിനൊപ്പം ആരൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി.വി. അൻവർ. മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കുക എന്നും അൻവർ വ്യക്തമാക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ആന്റണി ജോർജ്.